ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 458ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിൽ ഞെക്കുക. കൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ വീഡിയോ വന്നെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങുവാനുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 100 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. കോട്ടമുറി കണ്ടാശ്ശേരി റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമുള്ളൂ. വീട് വയ്ക്കുവാനും നല്ല അനുയോജ്യമായ സ്ഥലമാണ്. 20 സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. രണ്ട് ഫ്ലോട്ടായിട്ടും കൊടുക്കും. 10 സെൻറ്റായിട്ടും 10 സെൻറ്റായിട്ടും നൽകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ ഒരു ഇതാണ് ആ കയറി വരുന്ന വഴി. ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ശകലം കൊണ്ട് കയറി വന്നാൽ മതി. ജംഗ്ഷൻ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണുവാൻ കഴിയും. വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ്. 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരവും. അതുപോലെ മണ്ടാട് പള്ളി, കാവമ്പടി അമ്പലം എന്ന് വേണ്ട ചുറ്റുപാടുള്ള എല്ലാ മിക്ക സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈ പറയുന്ന ദൂരങ്ങളൊന്നുമില്ല. കടകളൊക്കെ ധാരാളമുള്ള ഏരിയയാണ്. മെയിൻ ബൈപ്പാസ് ഏറ്റുമാൻ റോഡ് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഏറ്റുമാൻ ബൈപ്പാസ് റോഡ് വളരെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. അതുപോലെ തന്നെ കോട്ടയം ടൗണിലേക്ക് വെറും 9 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കോട്ടയത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാനും ഒക്കെ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കോട്ടയം ടൗണിൽ എത്തുവാൻ കഴിയും. മണ്ടാട് ടൗണിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പോകാനുള്ള റോഡുണ്ട്. 9 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ ഏറ്റുമാനൂർ ടൗണാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് ഈ ബൈപ്പാസ് റോഡ് വന്നപ്പോഴത്തേന് വളരെ അടുത്താണ് ഏറ്റുമാനൂരും. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറക്കല്ല്. ഇത് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാം. കൂടാതെ ഇതിൻ്റെ തമ്പനെയിലും ക്യാപ്ഷനിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പെർ സെൻറ്റ് വിലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല. മണർകാടിനെ പറ്റിയൊക്കെ എപ്പോഴും പറയുന്നതായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. Thank you for watching.